ഒരു വരാൽ 1 കിലോ വെച്ചുണ്ട്. നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു മലയാളി കടയിലേക്കാണ്. ഓസ്ട്രേലിയയിലുള്ള മെൽബണിലുള്ളൊരു മലയാളി കട. നമുക്കൊന്ന് കാണാം. തോമസേട്ടോ, നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? പോകുന്നല്ലേ? ഇതിലെ വന്നപ്പോൾ ഓർത്ത് തോമസേട്ടൻ ഒന്ന് കണ്ട്. ദൈവം അനുഗ്രഹിച്ച് യാതൊരു കുഴപ്പമില്ല. ആണല്ലേ, വളരെ നല്ല കാര്യം. നാട്ടിലെവിടുന്നാ? ഞാൻ കോട്ടയം ജില്ലയിലെ അയർക്കുന്നമാണ് എൻ്റെ സ്ഥലം. ആണല്ലേ? അയർക്കുന്നത്ത് എൻ്റെ വീട്ടുപേര് വാദപ്പള്ളി. ഞങ്ങൾ ഫാമിലിപരമായിട്ട് ബിസിനസ്സുകാരാണല്ലേ? ചേനായിട്ട് ബിസിനസ്സുകാരനായിരുന്നു. കൊണ്ട് ഓസ്ട്രേലിയ വന്നപ്പോൾ ഓർത്തു ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള ബിസിനസ് ഓസ്ട്രേലിയ ഒന്ന് തുടങ്ങിയേക്കാന്ന് വെച്ചു. വളരെ നല്ല കാര്യം. അതുകൊണ്ട് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് കേരള ഫുഡ് ആവശ്യം കിട്ടുന്നു. അങ്ങനെ അതുകൊണ്ട് ദൈവാനുഗ്രഹിച്ച് ഈ ഫ്രാങ്ക്ഷനിൽ വന്നൊരു കട തുടങ്ങി. ദൈവാനുഗ്രഹിച്ച് നന്നായിട്ട് പോകുന്നു. ഗൾഫിലും ബിസിനസ്സിലായിരുന്നു. ശരി. ഇവിടെ വരുന്നത് നമ്മൾ ഗൾഫിലായിരുന്നു. ഒരു 10-20 വർഷം ഉണ്ടായിരുന്നു. ദൈവാനുഗ്രഹിച്ച് കുഴപ്പമില്ലാതെ പോകുന്നു. ശരി. ഞാൻ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഓസ്ട്രേലിയയിലേക്ക് വന്നതല്ലേ? അതും നന്നായി പോകുന്നു. അത് വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ. പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുക, ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം, അവർക്ക് നന്നായിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഈ കച്ചവടമൊക്കെ ആയിട്ട് ഇരിക്കുന്ന കാരണം കുറെ ആൾക്കാരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുകയും ഈ നമ്മുടെ ഈ ലോക്ക്ഡൌണിന്റെ ബോറിംഗ് ഒന്നും എനിക്കില്ല. കാരണം ഞാനിവിടെ ഡെയിലി 10-50 മലയാളികളെ കാണുന്നു. എല്ലാവരുമായിട്ട് 10-15 മിനിറ്റ് തന്നെ സ്പെൻഡ് ചെയ്യുന്നു. അത് തന്നെ എനിക്ക് ഭയങ്കര ദൈവാനുഗ്രഹമാണ്. നമുക്ക് ബിസിനസ് തന്നെയല്ലോ, സോഷ്യൽ പ്രവർത്തനം കൂടി ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഞാനിവിടെ മലയാളി അസോസിയേഷനും നമ്മുടെ സീറോ മലബാറും ഒക്കെ ആയിട്ട് അടുത്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കൊറോണ സമയത്ത് ഇവിടെയുള്ള എല്ലാവരും തന്നെ ഹാപ്പിയാണ്. ഒരു 10-30 കിലോമീറ്റർ ചുറ്റളവിൽ അതിനെനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു ഏർപ്പാടാണ്. എല്ലാവർക്കും നാട്ടിലെ എല്ലാ ഐറ്റങ്ങളും, ഈവൻ കച്ചത്തോർത്ത്, ഇറ്റക്സിന്റെ ലുങ്കി, നമ്മുടെ നാട്ടിലെ ഉണക്കമീനുകള്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പച്ചമീനുകള്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഇഷ്ടം പോലെ നമ്മുടെ കുമരകത്തു നിന്ന് വരുന്ന കരിമീൻ ഉണ്ടായിരുന്നു. ഡാർവിനിൽ നിന്നല്ല, നല്ല പോത്തിറച്ചി വരുന്നുണ്ട്. പോത്തിറച്ചി വേണമെന്നുണ്ടെങ്കിൽ തോമസ് ചേട്ടന്റെ കടയിൽ പോയാൽ മതി. നാട്ടിൽ പോയി നമ്മൾ ജീവിക്കുന്ന ഒരു പ്രതീതി. നാട്ടിലെ ഞങ്ങളുടെ കടയിൽ തന്നെ നോക്കുവാണെങ്കിൽ എനിക്കറിയാം, കൊറോണ സമയത്ത് തന്നെ നമ്മുടെ ഈ മെൽബണിലെ അരിയുടെ ഒരു ക്ഷാമം പരിഹരിക്കാനായിട്ട്, കാരണം അരിയുടെ വില പിടിച്ചു നിർത്താനായിട്ട് എനിക്ക് പറ്റി. അതെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. തോമസ് ചേട്ടന്റെ കടയിൽ മാത്രം ഒരു ഉൽപ്പന്നങ്ങളുടെയും ഈ കൊറോണ സമയത്ത് വില കയറിയില്ല എന്ന് പറയുന്നു. ഞാൻ ഇപ്പൊ തന്നെയാണെങ്കിൽ 10 കിലോ അരി, 10 കിലോ പാലക്കാട് മട്ടർ റൈസ് $12 കൊടുക്കുന്നുണ്ട്. വെറും $12. തോമസ് ചേട്ടാ, ഇവിടെ നമ്മൾ കുറെ പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഈ പാത്രങ്ങളൊക്കെ തോമസ് ചേട്ടന് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് എങ്ങനെയാണ് ഇറക്കി ഇവിടെ കൊടുക്കുന്നത്? എല്ലാത്തിനും ഇവിടെ ഏജൻസികളുണ്ട്. പ്രീതിയുടെ മിക്സിയെ, നമ്മുടെ സുജാതയുടെ മിക്സിയെ, അങ്ങനെ പിന്നെ നമ്മുടെ പ്രസ്റ്റീജിന്റെ ഐറ്റങ്ങളെ, എല്ലാ ഐറ്റങ്ങളും എല്ലാത്തിനും ഇവിടെ ഏജൻസികളുണ്ട്. നാട്ടിലെ പോലെ തന്നെ നമ്മൾ അവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. നാട്ടിലേക്ക് പോകാൻ പറ്റത്തില്ലാത്ത കാരണം നമ്മുടെ നാട്ടിലെ ആയുർവേദിക് ഐറ്റങ്ങൾ, നമ്മുടെ ജീരകാരിഷ്ടം, ദശമൂലാരിഷ്ടം, നമ്മുടെ എല്ലാവിധ കുഴമ്പുകളെ, അതുപോലെ എല്ലാവിധ ലേഹ്യങ്ങളെ, നമ്മുടെ മുറിവെണ്ണ, പിന്നെ ഇങ്ങനെയുള്ള എല്ലാ ആയുർവേദ ഐറ്റങ്ങളും നമുക്കിവിടെ കിട്ടും. അതേപോലെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമുണ്ട്. പിള്ളേർക്ക് മറ്റുമൊക്കെ നമ്മൾ കൊടുക്കുന്ന റാഗി, മഞ്ഞപ്പൊല്ലി, അതിന്റെ പൊടിയെ, പിന്നെ നമ്മുടെ കായുടെ പൊടി ഉണ്ടായിരുന്നു, അത് തീർന്നിരിക്കുകയാണ്. രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇറ്റാലിയൻ മെയ്ഡാണ്. ആണല്ലേ? ഇറ്റലി. ഞാൻ ഇതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചപ്പോഴേ എനിക്കൊരു തോന്നിയ ഒരു വെളിപാടാണ്. കാരണം ഇവിടെ നമ്മൾ വീടുണ്ടാക്കുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വെക്കാനായിട്ട് നമ്മൾ രൂപം പണ്ട് നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നോണ്ടിരുന്നത്. ഒത്തിരിയും ആവശ്യക്കാർ പുതിയ വീടുകൾ ഉണ്ടാക്കുമ്പോൾ രൂപങ്ങളായിട്ടും അതിന്റെ ഫ്രെയിമുകളായിട്ടും പല റിലീജിയന്റെ, എല്ലാ റിലീജിയന്റെ നമ്മുടെ ഫ്രോസൺ ഐറ്റംസിനെ കുറിച്ചൊന്ന് പറഞ്ഞു. ഫ്രോസൺ ഐറ്റംസ് നമുക്ക് രാമപുരത്തു നിന്നും പാലായിൽ നിന്നും ഒക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് എറണാകുളത്തു നിന്നും പിന്നെ പത്തനംതിട്ടയിൽ നിന്നും വരുന്നുണ്ട്. എല്ലാവിധ ഐറ്റങ്ങളും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. നമുക്ക് കപ്പ, തേങ്ങ, ചേന, ചേമ്പ്, നമ്മുടെ ചക്കക്കുരു ഒക്കെ ഇരിക്കുന്നു, നമ്മുടെ ഒന്നാമതരം ചക്ക, പിന്നെ പഴുത്ത ചക്കയും പച്ചച്ചക്കയും, ഉള്ളി ഇരിപ്പുണ്ട്, നല്ല ഫ്രോസൺ ഉള്ളി. അത് പാലായിൽ നിന്ന് വരുന്നതാണ്. വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് രാമപുരത്തു നിന്നാണ്. വളരെ നല്ല ക്വാളിറ്റിയുള്ള ചിപ്സ് ആണ് അല്ലേ? ക്വാളിറ്റി, നല്ല പാക്കിംഗ്, നമുക്ക് വിശ്വസിക്കാം. വിശ്വാസിന്റെ അരിയുണ്ട്, ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ അവലോസ് ഉണ്ട്. അത് എവിടെ ഇരിക്കുന്നത്? അവലോസ് ഉണ്ട്, വിശ്വാസിന്റെ ഉണ്ട്, ആര്യാസിന്റെ മസാല മുറുക്കുകള്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നേക്കാളും കൂടുതൽ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ശരിക്കും നമ്മുടെ ഈസ്റ്റേണിന്റെ എല്ലാ ഐറ്റങ്ങളും വരുന്നുണ്ട്. നമ്മുടെ ചായപ്പൊടി മുതൽ എല്ലാ ഐറ്റം, അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റേൺ ചായപ്പൊടി ഇരിക്കുന്നു, കോക്കനട്ട് ഓയിലുകളെ, പിന്നെ നമ്മുടെ തേയിലപ്പൊടികളെല്ലാം ഉണ്ട്. എല്ലാ ബ്രൂക്ക് ബോണ്ട് മുതൽ എല്ലാവിധ തേയിലപ്പൊടികളും ഇരിക്കുന്നു. അച്ചപ്പം, റസ്ക്, ബിസ്ക്കറ്റ്. അതപ്പോ നാട്ടിൽ പോകാത്തതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും ആൾക്കാർക്ക്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമുക്ക് തോർത്ത് മുതൽ ലുങ്കി വരെ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലേ? ഇത്തവണ എല്ലാവരും സകലവിധ ആൾക്കാരും ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്നോട്. ഇത് നല്ല കയ്യറ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ സാധാരണ കാണാറില്ല. കയ്യറ ഉണ്ട്. അതുപോലെ രാസ്നാദിപ്പൊടി, അതൊന്നും നമുക്ക് ഇവിടെ ഇപ്പൊ അവൈലബിൾ അല്ല. രാസ്നാദിപ്പൊടി അവൈലബിൾ ആണ്. പിന്നെ കസ്തൂരി മഞ്ഞൾ,
പല ടൈപ്പിലായിട്ടുള്ള അവലുകൾ. അപ്പോൾ ഇവിടുന്ന് ഡെലിവറി കൊടുക്കുന്നുണ്ടോ തോമസ്? ഇവിടെ നമ്മളൊരു ഈ സൗത്ത് ഈസ്റ്റ് ഏരിയയിൽ 50 കിലോമീറ്റർ ചുറ്റളവിൽ വീടുകളിൽ നമ്മൾ ഡെലിവറി ചാർജ് ഇല്ല. ഉണക്കപ്പ ഇരിക്കുന്നു. അപ്പോൾ ഉണക്കപ്പയും നമ്മുടെ പോത്തും കൂടെ മേടിച്ച് ആണല്ലേ? കപ്പ ബിരിയാണി. അത് തന്നെ. നല്ല പോത്തിന്റെ റിബൊക്കെ കിട്ടും. ബസ്മതി റൈസ് ഇടയ്ക്കൊക്കെ നല്ല മാനിറച്ചി കിട്ടും. അത് നമ്മൾ ഇടയ്ക്ക് വിൽക്കാറുണ്ട്. ശരി, മാനിറച്ചി തോമസ് കൂടി ഉണ്ട്. മാനിറച്ചി ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ആണല്ലേ? അപ്പൊ നമുക്ക് നല്ല ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അത് വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കാം. വെറൈറ്റി ഐറ്റങ്ങൾ. ഇത് വേറെ പാത്രങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. അവരുടെ ദോശക്കല്ല് അവിടെ അങ്ങനെ കാണാം. ദോശക്കല്ല് കാണാം. അതെ അതെ. ഇത് നല്ല നല്ല ദോശക്കല്ല് ഇരിപ്പുണ്ട്. ഇത് നമുക്ക് മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണോ? ഇത് കാസ്റ്റ് അയണിന്റെ ചട്ടികൾ. വിയറ്റ്നാമിൽ നിന്നും കേരളത്തിൽ നിന്നും ജിഞ്ചർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു $15 കിലോ ആണല്ലേ? അതുപോലെ നല്ല ഒന്നാന്തരം പ്രോണ്, ഡ്രൈ പ്രോണ്. ഡ്രൈ. ഇത് നമുക്കൊന്നും ചെയ്യണ്ട അല്ലേ? അതുപോലെ പനീർ ഇതേ ഇരിക്കുന്നു. ഇവരിന്ന് സമോസ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ട് പോയി. അടിപൊളി സമോസ ആണ് കേട്ടോ. സൂപ്പർ സമോസ ഉണ്ട്. അത് വളരെ ചീപ്പാണേ. പിന്നെ നമ്മുടെ നാട്ടിലെ കൊച്ചി ചേമ്പ്. ഇത് കൊച്ചി ചേമ്പ് ഇരിക്കുന്നല്ലേ? നാട്ടിലെ കൊച്ചി ചേമ്പ്. കൊച്ചി ചേമ്പ്. പിന്നെ നമ്മുടെ അത് വരാല് കട്ട്ലേറ്റാ. നാട്ടിൽ നിന്ന് വരുന്ന ഒന്നാന്തരം വരാല് കേട്ടോ. സൂപ്പർ വരാല്. ഒരു വരാല് 1 കിലോ വെച്ചുണ്ട്. നമ്മുടെ കാരി, ആഗോലി, ചെറിയ കക്കയിറച്ചി. കാൽസ്യം കൂടുതൽ വേണമെങ്കിൽ, കാൽസ്യം കുറഞ്ഞത് വേണമെങ്കിൽ കുറേ പറഞ്ഞ മീൻ അയക്കൂറ. നന്മീൻ, നമ്മുടെ നാട്ടിലെ നന്മീൻ. നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് കിലോയ്ക്ക് $1000 വിലയാണ്. ഇത്ര നല്ല മീനുകൾ. ഇവിടെ എന്നാ വിലക്കാ കൊടുക്കുന്നത്? ഇവിടെ കിലോയ്ക്ക് $24. അതുപോലെ നമ്മുടെ നാട്ടിലെ കൊഴുവ. അതെ, കൊഴുവ കിട്ടാൻ ഭയങ്കര പാടാ ഇവിടെ. ഇത് നമ്മുടെ നാട്ടിലെ മത്തി. സോറി, കിളിമീൻ. കിളിമീൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അതിനോട് നൊസ്റ്റാൾജിയ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നല്ല ക്ലീൻ ചെയ്ത മത്തി. 10-20 വെറൈറ്റി ചപ്പാത്തിയും പിന്നെ പൊറോട്ടയും. കുർച്ചിസ്ഥാനത്ത് വന്നിരിക്കുന്നത് ചപ്പാത്തി ഒരു പൊറോട്ടയാണ്. ഇത് നോക്കിയാണ് നമ്മുടെ പഴയടം നമ്പൂരിയുടെ, നമ്മുടെ നാട്ടിലെ പാചക വിദഗ്ധൻ പരേരൻ നമ്പൂരിയുടെ പൊറോട്ടയാണ്. ഒന്നാന്തരം തന്നെ ബനാന ഫ്രൈ ഉണ്ടോ? സൂപ്പർ ബനാന ഫ്രൈ. ഇത് പണ്ട് ഇവിടെ വരുന്നില്ലായിരുന്നു. ഇല്ല, ഇപ്പൊ തുടങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ എന്തുകൊണ്ട് ആര്യാസിന്റെ ഒന്നാന്തരം റാഗി ഇലയട. നമ്മുടെ നാട്ടിലെ സുഖിയന്, ഉഴുന്നുവട, പിന്നെ ഉണ്ണിയപ്പം, പിന്നെ നമ്മുടെ ബനാന പുഴുങ്ങിയത്, നമ്മുടെ വെജിറ്റബിൾ കട്ട്ലേറ്റ്, നെയ്യപ്പം. ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ചക്കപ്പഴം. ഇതുണ്ടോ? ചക്കപ്പഴം കണ്ടോ? ചക്കപ്പഴം കണ്ടോ? ഇതാണ് ചക്കപ്പഴം. നല്ല സൂപ്പർ ചക്കപ്പഴം കണ്ടോ? നമ്മുടെ കോഴിക്കോടുകാരുടെ ഒരു ഫേമസ് ആയിട്ടാണ് ഇത്. ഉന്നക്ക. നമുക്ക് ആർക്കെങ്കിലും പാലപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന പാല റെഡിമെയ്ഡ് ആകട്ടോ. അതുപോലെ തന്നെ ഇതുണ്ട് ഇടിയപ്പം. അതെന്ത് ചെയ്യണം നമ്മള്? ഇതൊന്നും നമ്മൾ ജസ്റ്റ് മൈക്രോവേവ് വെച്ചിട്ട് നമ്മുടെ ഇഡ്ഡലി, പിന്നെ മസാല ദോശ ഉണ്ടായിരുന്നു. പിന്നെ നല്ല തന്തൂരി നാൻ, ഗാർലിക് നാൻ, തന്തൂരി നാൻ. അത് ലോക്കൽ ഉണ്ടാക്കുന്നതാണോ അതോ പുറത്തുനിന്ന്? എല്ലാം ഇന്ത്യയിൽ നിന്ന് വരുന്നത് ആണല്ലേ? ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് വരുന്നത്. അലോവേരയുടെ ജ്യൂസ്, ഏത്തപ്പഴം. അതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് സാധനം. നമ്മുടെ നാട്ടിലെ അതേ ഏത്തപ്പഴം തന്നെയല്ലേ? കെയ്ൻസിൽ നമുക്കൊരു നമ്മുടെ സുഹൃത്തിന്റെ ഫാമുണ്ട്. അപ്പം പിന്നെ പുള്ളി നമ്മുടെ കടമനിട്ടക്കാരനാണ്. പുള്ളി ഒരു 300 ഏക്കർ ആ ഫാമിൽ നിന്ന് വരുന്നത് ഏത്തപ്പഴം. എല്ലാ മാസത്തിലും 2-3 പ്രാവശ്യം ഏത്തപ്പഴം. ലോക്കൽസിന്റെ ഒക്കെ സഹകരണം എങ്ങനെയുണ്ട്? കൂടുതലായിട്ടും വരുന്നത് മലയാളികളാണോ അതോ? എല്ലാ നാഷണാലിറ്റി ഉണ്ട്. അവർ കൂടുതലായിട്ടും വന്ന എന്ത് വെറൈറ്റി സാധനങ്ങൾ? അവർക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ഓസ്ട്രേലിയൻസ് മേടിക്കുന്ന പൊറോട്ടയാണ്. പിന്നെ നമ്മുടെ ഈ ബനാന ചിപ്സ്, പഴുത്ത കായുടെ ബനാന ചിപ്സ്. അത് സ്വീറ്റ്നെസ് ഉണ്ട്. അത് ഭയങ്കര മൂവിംഗ് ആണ്. ഏലക്കായ, കുരുമുളക്. പിന്നെ ഏറ്റവും അവർ ഉപയോഗിക്കുന്നതാണ് ഈ സിനമൺ പൗഡറും സിനമൺ ഷീക്കും അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കും. ചോദിക്കാറുണ്ട് മസാല ദോശ വേണം. ഞാൻ കേരളത്തിൽ കഴിച്ചിട്ട് പോയി പരിപ്പോട് വേണം, ബോണ്ട വേണം. അവർക്കൊക്കെ ഭയങ്കര താല്പര്യം. നമ്മളെക്കാളും താല്പര്യം അവർക്ക് അതിനുള്ള കാര്യങ്ങൾ. നെയ്യപ്പം മേടിച്ചു വന്നു. നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. താരതമ്യേന നല്ല ക്വാളിറ്റിയാണ്. അതെ. ദൈവം അനുകരിച്ച നാട്ടിൽ ജീവിക്കുന്ന പോലെയാണ് എല്ലാവരും ഇവിടെ ജീവിക്കുന്നത്. വളരെ ഹാപ്പിയാണ്. സുഖ സൗകര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുഭവിക്കാം. അതുപോലെ തന്നെ നാട്ടിലെ ഭക്ഷണങ്ങളെല്ലാം കിട്ടും. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മുടെ സാധാരണ ഇന്ത്യൻ കടയിൽ പോയി കഴിഞ്ഞാൽ കൂടുതലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള മസാലകളും ഐറ്റംസും കിട്ടുന്നത്. തോമസ് ചേട്ടൻ ഇവിടെ കേരളത്തിലെയാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അതോ അതാണ് കൂടുതൽ സർവീസ് ചെയ്യുന്നത് അതോ നോർത്ത് ഇന്ത്യൻ ഐറ്റംസും ഉണ്ട്? ഞാൻ ഒരു മലയാളി കടയാണ്. ഒരു പുട്ടുപൊടിയാണ് ഒരു 7 വെറൈറ്റി പുട്ടുപൊടി, 7 കമ്പനിയുടെ ഉണ്ട്. അരിയാണ് ഒരു 10-12 കമ്പനിയുടെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ വൻപയർ അതൊരു ഫേമസ് സാധനം. ഉണക്ക തേങ്ങാപ്പൊടി, പാലെടുത്തതും പാലെടുക്കാത്തതും ഒക്കെ. കോഴിക്കോടൻ ചിപ്സുകളും കോഴിക്കോടൻ ഹോട്ട്, മൈൽഡ്, മീഡിയം അങ്ങനെ എല്ലാ വെറൈറ്റി ഉണ്ട്. 2 മാസം കൊണ്ട് ഇവിടെ വരും. അതാണ് അതിന്റെ ശർക്കര വരട്ടി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. തവലോസ് കൊണ്ടേ ഇരിക്കുന്നു. പിന്നെ ഇത് എള്ളുണ്ടേ ഉണ്ട് കേട്ടോ. നൊസ്റ്റാൾജിയ ഉള്ള ആൾക്കാരുണ്ട് നാട്ടിലിഷ്ടം. എന്ത് സാധനം വേണേലും ഇവിടെ വരാം, മേടിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചിട്ടുണ്ടല്ലോ, തോമസ് ചേട്ടൻ എന്ത് സഹായം വേണേലും ചെയ്തു തരും നമ്മളെ സെലക്ട് ചെയ്യാനായിട്ട്.
അത് ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത ഐറ്റമാണെന്ന് പറഞ്ഞാൽ തോമസ് ചേട്ടൻ ആ സാധനം കൊണ്ടുവന്ന് വേണമെങ്കിലും തരും നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ തോമസ് ചേട്ടൻ്റെ കട. അടിപൊളി കടയാണ്. ഓരോരുത്തർക്കും ആവശ്യപ്പെടുന്ന സാധനങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് വരുത്തി ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ഓക്കെ, ബൈ. താങ്ക് യു.